ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക് സഞ്ജു സാംസന്റെ അടുത്ത IPL കൂടാരം ഏതായിരിക്കും എന്നതാണ്. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇക്കാര്യത്തിൽ അധികം വൈകാതെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. IPL താരലേലത്തിന് മുമ്പ് ട്രേഡിലൂടെ രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജുവിനെ ടീമിലെത്തിക്കാനാണ് ചെന്നൈയുടെ ശ്രമം. പക്ഷേ ഈ ഡീൽ പൂർത്തിയാവുന്ന കാര്യത്തിലുള്ള വലിയ അനിശ്ചിതത്വത്തിന് കാരണം മറ്റൊന്നാണ്. സഞ്ജുവിനെ വിട്ടുകിട്ടണമെങ്കിൽ പകരം രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടത് ചെന്നൈയുടെ ദളപതിയായ കഴിഞ്ഞ സീസണുകളിലെല്ലാം ചെന്നൈയുടെ വിശ്വസ്തനായ ക്യാപ്റ്റൻ മാഹിക്കൊപ്പം പാറ പോലെ നിന്ന വിജയ വഴിയിലേക്ക് ചെന്നൈയെ പല ഘട്ടത്തിൽ മുന്നോട്ട് നടത്തിച്ച രവീന്ദ്ര ജഡേജയെയാണ് അവർ തിരിച്ചു ചോദിക്കുന്നത് എന്നതാണ് ഈ വിഷയം ഇത്രയും സങ്കീർണമാക്കുന്നത്. ജഡേജയെ വിട്ടുകൊടുക്കാൻ CSK തയ്യാറാകുമോ? മുമ്പൊരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ജഡേജയോട് CSK കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫാമിലി എന്നായിരുന്നു. ആ ഫാമിലിയിൽ നിന്നും ചെന്നൈ ഫാമിലിയിൽ നിന്നും ജഡേജയെ രാജസ്ഥാനിലേക്ക് വിട്ടുകൊടുക്കാൻ CSKയും സംഘവും തുനിയുമോ? ജഡേജ CSKയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പ്ലെയർ മാത്രമായിരുന്നില്ല, അവരുടെ ആത്മാവ് കൂടിയായിരുന്നു. ആ ആത്മാവിനെ വിട്ടുകളയാൻ CSK തയ്യാറാകുമോ? നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളിലേക്കും ജഡേജ CSKക്ക് ആരായിരുന്നു എന്നതിലേക്കും ഒരു എത്തിനോട്ടമാകാം. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു ചെന്നൈ ഡീലിൽ ചെന്നൈയുടെ വിശ്വസ്ത താരമായ രവീന്ദ്ര ജഡേജയെ മാത്രം പോരാ, കൂടെ ഡെവാൾ ബ്രെവിസിനെ കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജസ്ഥാൻ എന്നാണ് വാർത്തകൾ. കൊടുക്കേണ്ടത് ജഡേജയെ ആയതിനാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ CSK അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് വിവരം. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ജഡേജ ട്രേഡിന് വിസമ്മതിച്ചു എന്നുള്ളതാണ് ആ ഒരു വാർത്ത. CSK ജഡേജയെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം സമ്മതം മൂളിയിട്ടില്ല ഇതുവരെയും. അതിനാൽ തന്നെ ഈ ഡീൽ വീണ്ടും സങ്കീർണമായി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സഞ്ജുവിനെ ഇങ്ങനെയുള്ള ട്രേഡിലൂടെ എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ താരലേലത്തിലൂടെ സ്വന്തമാക്കേണ്ടി വരും CSKക്ക്. അങ്ങനെ വരുമ്പോൾ മറ്റു ടീമുകളും സഞ്ജുവിന് വേണ്ടി രംഗത്ത് വരും. അപ്പോൾ കൂടുതൽ പണവും മുടക്കേണ്ടി വരും. ഇതിനിടെ ഡീൽ നടന്നെന്നും ഇക്കാര്യത്തിൽ അധികം വൈകാതെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുമെന്നുമുള്ള അനൗദ്യോഗിക വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ അഭ്യൂഹങ്ങൾക്കിടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുകയാണ് ജഡേജ കഴിഞ്ഞ ദിനം മുതൽ. ഇതാണ് ജഡേജ CSK വിട്ടേക്കുമെന്ന കിംവദന്തികൾക്ക് ആക്കം നൽകിയിരിക്കുന്നത്. ജഡേജ തന്റെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആക്കുകയോ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഈ ഡീൽ നടക്കുകയാണെങ്കിൽ തന്നെ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്നുറപ്പാണ്. ഇരു ഫ്രാഞ്ചൈസികളും ഇതുവരെ ട്രാൻസ്ഫർ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ബന്ധപ്പെട്ടവർ സ്ഥിരീകരിച്ചതായി ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡീൽ നേരത്തെ നടന്നു എന്ന് തന്നെ സാരം. നേരത്തെ സഞ്ജുവിനെ കൈമാറുന്ന കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ചർച്ച ഏതാണ്ട് അന്തിമഘട്ടത്തിലെത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ ജഡേജയും സാംകുറനും രാജസ്ഥാനിലേക്ക് പോകുമെന്നും പകരം സഞ്ജു ചെന്നൈയിലേക്ക് എത്തുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾക്ക് ശക്തി പകർന്ന് സഞ്ജുവിന്റെ സുഹൃത്തും ഫിറ്റ്നസ് ട്രെയിനറുമായ രാജമണി പ്രഭു, ചെന്നൈ മുൻ താരമായ രവിചന്ദ്ര അശ്വിൻ എന്നിവരൊക്കെയും സഞ്ജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിനങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. CSKയുടെ ലോഗോയായ സിംഹത്തിന്റെ തല ക്യാപ്ഷനായി നൽകിയിട്ടായിരുന്നു രാജമണിയുടെ പോസ്റ്റ്. മുൻപ് സഞ്ജുവിനൊപ്പം നടത്തിയൊരു അഭിമുഖത്തിൽ നിന്നുള്ള വീഡിയോ ദൃശ്യമാണ് രവിചന്ദ്ര അശ്വിൻ പങ്കുവച്ചത്. ചെന്നൈയിൽ ടീമിൽ വരുന്നതിനെ കുറിച്ച് അതിൽ സഞ്ജു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ അഭിമുഖത്തിൽ 2025 മെഗാ ലേലത്തിന് മുൻപ് 18 കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെയും ജഡേജയെയും യഥാക്രമം രാജസ്ഥാനും ചെന്നൈയും നിലനിർത്തിയത്. പരിക്കിനെ തുടർന്ന് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് എല്ലാ മത്സരങ്ങളും കളിക്കാൻ സാധിച്ചിരുന്നില്ല. ടീമിന്റെ പ്രകടനവും മോശമായതോടുകൂടി സഞ്ജു ഫ്രാഞ്ചൈസി വിടുമെന്ന് നേരത്തെ തൊട്ട് തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ആദ്യം ചെന്നൈയിൽ എത്തുമെന്ന് തന്നെയായിരുന്നു സൂചനയെങ്കിലും പിന്നീട് ഡൽഹി ക്യാപിറ്റൽസും സഞ്ജുവിന് വേണ്ടി സജീവമായി രംഗത്തെത്തുകയുണ്ടായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളുമായി ചേർത്തും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഒടുവെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ചെന്നൈ തന്നെ വീണ്ടും സഞ്ജുവിനുമായി രംഗത്തെത്തുകയായിരുന്നു. ജഡേജയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു CSK ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രാൻസ്ഫർ ഹൃദയം തകരുന്ന കാഴ്ചയായിരിക്കും. കാൻ ഇമാജിൻ ജഡു വിയറിംഗ് ജേഴ്സി എനി അതർ ദാൻ യെല്ലോ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന താരമാണ് ജഡ്ഡു എന്ന് നമുക്കറിയാം. ദളപതി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും രജനീകാന്തും എങ്ങനെയാണോ നിന്നത് അതുപോലെയാണ് ചെന്നൈക്ക് ധോണിയും ജഡേജയും. ധോണി മമ്മൂട്ടി അവതരിപ്പിച്ച ദേവ എന്ന കഥാപാത്രമാണെങ്കിൽ രജനിയുടെ സൂര്യയാണ് CSKക്കാർക്ക് ജഡേജ. എത്രയോ വട്ടം CSK പരാജയമുഖത്താകുമ്പോൾ വിജയവഴിയിലേക്ക് നയിച്ചുകൊണ്ട് ധോണിക്കൊപ്പം നിന്ന ചരിത്രമുണ്ട് രവീന്ദ്ര ജഡേജയ്ക്ക്. അപ്പോൾ അത്രയും ആത്മബന്ധം രവീന്ദ്ര ജഡേജയും മഹേന്ദ്ര സിംഗ് ധോണിയും തമ്മിലുണ്ട്. അതിനൊപ്പം തന്നെ CSKയും രവീന്ദ്ര ജഡേജയും തമ്മിലുണ്ട്. നമുക്കറിയാം ഏതാണ്ട് ഒരു 2 സീസൺ മുമ്പും നമ്മൾ ആ ബോണ്ട് കണ്ടിട്ടുണ്ട് IPL ഫൈനലിൽ മോഹിത് ശർമ്മയെ 6നും 4നും അവസാന 2 പന്തിൽ അടിച്ചു തകർത്ത് ആവേശത്തോടെ ഡഗ്ഔട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ ആ വിജയ നിമിഷത്തിന് ജഡേജയുടെ സ്വാഗിന്
ഏതാണ്ട് നമ്മുടെ ദളപതി സിനിമയിലെ രജനീകാന്തിന്റെ തന്നെ ഭാവമായിരുന്നു. തന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ജഡേജയെ ആപാദ ചൂടും ആലിംഗനം ചെയ്ത് ചെന്നൈയുടെ തല മഹേന്ദ്ര സിംഗ് ധോണി ആ സമയത്ത് കെട്ടിപ്പിടിച്ചത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറവുള്ള ഓർമ്മയാണ്. IPLന്റെ ആ സീസണിൽ 2023 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകരിൽ നിന്ന് തന്നെ ഒരുപാട് പരിഹാസങ്ങളും വിമർശനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയ താരമായിരുന്നു സ്റ്റാർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ. ഇതിഹാസ നായകൻ MS ധോണിയേക്കാൾ നേരത്തെ ക്രീസിലെത്തിക്കൊണ്ട് ബോളുകൾ പാഴാക്കുന്നവരെന്നും ഇത് കാരണം ധോണിക്ക് ബാറ്റിങ്ങിന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല എന്നുമെല്ലാം ആരാധകർ അന്ന് ജഡ്ഡുവിനെ കുറ്റപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ജഡേജ പുറത്തായി മടങ്ങിയപ്പോഴെല്ലാം കൈയടിച്ചുകൊണ്ട് CSK ആരാധകർ അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. കാരണം അടുത്തതായി ക്രീസിലെത്തുക ധോണിയാണെന്ന് അവർക്കറിയാമായിരുന്നു. ആരാധകരുടെ ഈ അവഗണനയ്ക്കെതിരെ ഒടുവിൽ ജഡേജ തന്നെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആ സീസണിൽ താൻ CSKയെ സംബന്ധിച്ച് ധോണിയേക്കാൾ ഒട്ടും പിന്നിലല്ലെന്നും ധോണിക്കൊപ്പം തന്നെ ചേർത്തു പിടിക്കാനും ആരാധിക്കാനും തനിക്ക് യോഗ്യതയുണ്ടെന്നും IPL കലാശപ്പോരിൽ രവീന്ദ്ര ജഡേജ അന്ന് തെളിയിക്കുകയായിരുന്നു ആ വിജയ റണ്ണിലൂടെ. ചെന്നൈ സ്ട്രീറ്റ്സ് ആൻഡ് ഫാൻസ് വോണ്ട് ഫോർഗെറ്റ് ദിസ് നോക്ക് ഓഫ് സർ രവീന്ദ്ര ജഡേജ. അന്ന് ഫൈനലിന് ശേഷം ചെന്നൈ ടീമിന്റെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ധോണി തന്റെ സ്നേഹം മുഴുവനും പുറത്തെടുത്തപ്പോൾ ഒരു വിഭാഗം ആരാധകർക്ക് ഇത്ര ദിവസവും വില്ലനായിരുന്ന ജഡേജ അപ്പോൾ സൂപ്പർ ഹീറോ ആയി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒടുവിൽ കിരീടം ഏറ്റുവാങ്ങാനും അന്ന് വിരമിച്ചു പോകുന്ന അമ്പാട്ടി റായുഡുവിനൊപ്പം ജഡേജയെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ധോണി തങ്ങൾക്കിടയിൽ ആ സമയത്ത് ഉണ്ടെന്ന് ചിലരെങ്കിലും വിശ്വസിച്ചിരുന്ന അവിശ്വാസത്തിന്റെ അവസാന അണുവും അന്ന് ബൗണ്ടറി കടത്തുകയായിരുന്നു. നമുക്കറിയാം, പ്രഥമ IPL കിരീടം നേടിയ രാജസ്ഥാൻ റോയൽസ് ടീമിൽ അംഗമായിരുന്നു രവീന്ദ്ര ജഡേജ. ഒരു വർഷം കൂടി അവിടെ അദ്ദേഹം തുടരുന്നു. തൊട്ടടുത്ത സീസണിൽ റോയൽസ് ടീം അധികൃതരെ അറിയിക്കാതെ ജഡേജ മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിൽ പങ്കെടുക്കുന്നു. കരാർ ലംഘനം നടത്തിയ അദ്ദേഹത്തിനെതിരെ റോയൽസ് BCCIയെ സമീപിക്കുന്നു. BCCI ജഡേജയ്ക്ക് IPL കളിക്കുന്നതിൽ നിന്നും ഒരു വർഷത്തെ വിലക്കും ആ സമയത്ത് ഏർപ്പെടുത്തുന്നു. 2011 സീസണിൽ കൊച്ചിൻ ടസ്കേഴ്സിലെത്തിയിരുന്നു രവീന്ദ്ര ജഡേജ. പിന്നീടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ജേഴ്സിയിൽ അദ്ദേഹം കളിച്ചു തുടങ്ങുന്നത്. 2012 മുതൽ ചെന്നൈയുടെ താരമാണ് രവീന്ദ്ര ജഡേജ. ഇതിനിടെ CSKക്ക് വിലക്കേർപ്പെടുത്തപ്പെട്ടപ്പോൾ 2016-17 സീസണിൽ ഗുജറാത്ത് ലയൺസിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. CSKയുടെ 5 കിരീട വിജയങ്ങളിൽ 3ലും അദ്ദേഹം ഭാഗമായിരുന്നു. 2022 സീസണിൽ ജഡേജയെ ചെന്നൈ ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിലും ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് പാതി വഴിയിൽ അദ്ദേഹം നായകസ്ഥാനം ഒഴിയുകയും ധോണി ആ ഒരു നായകസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ജഡേജ CSK വിടുകയാണെങ്കിൽ CSKയെ സംബന്ധിച്ചിടത്തോളം അതൊരു യുഗാന്ത്യം തന്നെയാണ്. കാരണം രവീന്ദ്ര ജഡേജ CSKയെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു താരമായി മാറിയ 10-12 സീസണുകളാണ് ഇതുവരെ കഴിഞ്ഞു പോയത്.